ആദരണീയനായ സ്വാമി മഹാമണ്ഡലേശ്വര വർഗർ, മറ്റ് ഈ മണ്ഡലത്തിൻ്റെ MLA ശ്രീ CR മഹേഷ്, അനുശ്രീ, ബിനു ഉൾപ്പെടെ ഉള്ള എല്ലാവർക്കും, ഒരുപാട് പേർ വേദിയിലുണ്ട്, എല്ലാവർക്കും നമസ്കാരം. വേദിയിലെ സദസ്യരുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത സുഹൃത്തും ഈ പ്രദേശം വളർത്തി വലുതാക്കിയ ബിനുവാണ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ ഈ പരിപാടിക്ക് വരണമെന്ന്. ക്ഷേത്രത്തെക്കുറിച്ച് നേരത്തെയും കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത്. ഒന്ന്, കുറേ ദിവസമായി തിരുവനന്തപുരത്ത് മാത്രം നിന്നിട്ട് ഉള്ളൊരു സാഹചര്യത്തിൽ നിന്നും ഒരു 2-3 മണിക്കൂർ മാറി നിൽക്കണം. പിന്നെ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലാവുമ്പോഴുള്ളൊരു സന്തോഷം. ഇവിടെ വളരെ ഇതിൻ്റെ ഈ ബുക്ക്ലെറ്റുമായിട്ടൊക്കെ തന്നെ ഓഫീസിൽ വന്നപ്പോൾ തന്നെ ഇവിടെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കോർപ്പറേഷൻ ഓഫീസ് വന്നപ്പോൾ തന്നെ ഞാനിത് മുഴുവൻ ഒന്ന് വായിച്ചു നോക്കി. വളരെ കാര്യമായിട്ട് ആദ്യത്തെ പേജിൽ തന്നെ ഓണാട്ടുകരയുടെ സുഹൃത്തത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വളരെയധികം കേട്ടിട്ടുണ്ട് ഓണാട്ടുകരയും ഇവിടുത്തെ ആചാരങ്ങളെയൊക്കെ കുറിച്ച്. ഈ ക്ഷേത്രത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മുടെ ഒരു വർഷത്തിലൊരു 6-7 മാസം ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് കേരളം. ഞാൻ കർണാടക തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കർണാടക അതിർത്തിക്ക് അപ്പുറമുള്ളൊരു മണ്ഡലത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അവിടെ നാട്ടിൽ ഗ്രാമപ്രദേശത്തിൽ ഉത്സവം നടക്കുന്നത്. അവിടെ ഉള്ളിലേക്ക് ഒരു ഗ്രാമപ്രദേശത്തിൽ ക്ഷേത്രത്തിൽ സ്ഥാനാർത്ഥിയുമായോടൊപ്പം ഞാനും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് തെയ്യം. ഈ കോഴിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശമാണ്. മൊബൈലൊന്നും വീഡിയോ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല അവർ. പോലീസ് അതിന് പെർമിഷനും കൊടുത്തിട്ടില്ല. പക്ഷേ അവരവിടെ ആചരിക്കുന്നു. ഞങ്ങളൊക്കെ അവിടുത്തെ ദൂരം നോക്കിയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് കണ്ണൂർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസം വന്ന്, പിന്നെ തെക്കേട്ട് വരുമ്പോഴേക്കും വ്യത്യാസങ്ങൾ വന്ന് നമ്മുടെ ഇവിടെയൊക്കെ ആകുമ്പോഴേക്കും കുതിരയെടുപ്പ് ഇതിനൊക്കെയാണ് പ്രാധാന്യം. തിരുവനന്തപുരത്ത് വന്നു കഴിയുമ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. തമിഴ്നാട്ടിൽ പോകുമ്പോഴേക്കും മാറുന്നു. ഇത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഒരു വർഷത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഉത്സവമായിരിക്കും, ആചാരാനുഷ്ഠാനങ്ങളുണ്ടാകും. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഭരണഘടനയോ പാർലമെൻറ്റ് മന്ദിരമോ നിയമസഭാ മന്ദിരങ്ങളോ ഒന്നും അല്ല ഈ രാഷ്ട്രമെന്ന് പറയുന്നത് ഈ സങ്കല്പമാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ഗവൺമെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഈ രാജ്യത്ത് ഉണ്ടായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തന്നെ നടന്നു പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ഈ ബുക്ക്ലെറ്റ് തന്നെ എഴുതിയിട്ടുണ്ട്, ബ്രിട്ടീഷ് ആധിപത്യത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ അധികാരാവകാശങ്ങൾ നിലച്ചെങ്കിലും വലിയകുളങ്ങര ദേവിമാർ ഇപ്പോഴും നാടിൻ്റെ ഐശ്വര്യമായി ഭക്തജനങ്ങൾക്ക് അഭയകേന്ദ്രമായി വർത്തിക്കൂ എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് വലിയകുളങ്ങരയുടെ പശ്ചാത്തലത്തിൽ നിന്ന് സങ്കല്പിക്കുമ്പോൾ ഇതാണെങ്കിൽ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഏതൊരു ഗ്രാമത്തിൽ പോയി നോക്കിയാലും ആ നാടിൻ്റെ ദേവൻ, ദേവി, ദേവത ഒക്കെ തന്നെയാണ് ആ നാടിനെ പിടിച്ചു നിർത്തുന്നത്. ഇതിൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ നടക്കുമ്പോൾ, ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠയുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, പുനരുദ്ധാരണത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും ഒരുപാട് പ്രസംഗ മത്സരത്തിന് ചേരുമായിരുന്നു. അന്ന് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പ്രസംഗമൊന്നും പറയാൻ അറിയില്ല. ആരെങ്കിലും എഴുത്തരും, അത് വായിക്കും, കുറേയൊക്കെ പറയും, കുറേയൊക്കെ മറന്നു പോകും. അപ്പോഴൊക്കെ തന്നെ സ്ഥിരം ഉപയോഗിക്കാറുള്ളതാണ്, സ്വാതന്ത്ര്യ ദിനത്തിനൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്താണെന്ന് അന്ന് നല്ല പിടിയൊന്നുമില്ലായിരുന്നു. കുറേ കൂടെ കഴിഞ്ഞാണ് മനസ്സിലായത്. ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ലോകത്തിലെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളുമൊക്കെ തന്നെ. അവരുടെ കീഴിലുള്ള ഒരു രാജ്യത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ എൻ്റയർലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലിരിക്കുന്ന മറ്റൊരു രാജ്യത്ത് സൂര്യൻ ഉദിക്കും. ഇന്ത്യയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നേരെ തിരിച്ചുള്ള സ്ഥലത്ത് സൂര്യൻ ഉദിക്കും. അവിടെയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരിക്കും. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഈ ബ്രിട്ടീഷുകാരെന്തിനാ ഭാരതത്തിൽ വന്നത്? അതായത് ഇന്നിപ്പോൾ ഒരു 12 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് UK എത്താം. അന്ന് 10 മാസം 9 മാസമൊക്കെ തന്നെ കപ്പലിൽ യാത്ര ചെയ്ത് വളരെ റിസ്ക് എടുത്ത് മാത്രമേ ഇന്ത്യയിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ വിമാനത്തിൽ നമുക്ക് സുഖമായിട്ട് എത്താൻ സാധിക്കും. അപ്പോൾ അന്ന് ഒരുപക്ഷെ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുകയില്ല, വെള്ളത്തിൽ തകരും, അല്ലാന്നുണ്ടെങ്കിൽ കപ്പൽ തകരും, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ എത്തും. അപ്പോൾ എന്തിനായിരുന്നു ഇത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ട് അവർ 10-12 മാസം കപ്പലിൽ യാത്ര ചെയ്ത് ഭാരതത്തിലെത്തിയത്? അവർ മാത്രമല്ല, ഫ്രഞ്ചുകാരെത്തി, പോർച്ചുഗീസുകാരെത്തി, ഡച്ചുകാരെത്തി, മുഗളന്മാരെത്തി, അങ്ങനെ പലരും നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചു,
എന്തിനായിരുന്നു ഇവരൊക്കെ ഇത്രത്തോളം റിസ്ക് എടുത്ത് ഭാരതത്തിലെത്തിയത്? അപ്പോൾ സ്വാമിജി പറഞ്ഞതുപോലെ അവരുടെ രാജ്യത്തുണ്ടായിരുന്നതിനേക്കാൾ എന്തൊക്കെയോ മികച്ച കാര്യങ്ങൾ ഭാരതത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ളതിനേക്കാൾ ദരിദ്ര നാരായണന്മാരുടെ നാട്ടിലേക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു പോവുകയില്ല. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബ്രിട്ടനിൽ ഉള്ളതിനേക്കാൾ മികച്ചത് എന്തൊക്കെയോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഈ വലിയ കുളങ്ങര ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കോഴിക്കോട്ടുണ്ടായിരുന്നു, ഭാരതത്തിലെമ്പാടും ഉണ്ടായി. അതുകൊണ്ടായിരുന്നു അവരിവിടെ വന്നത്. ഒന്നുകിൽ സ്വർണ്ണ നാണയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിജ്ഞാനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സംസ്കാരമായിരിക്കാം, അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളായി എന്തൊക്കെയോ തേടി ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവരന്ന് 6 കോടി ജനങ്ങളേ ഉള്ളൂ, നമ്മൾ 36 കോടി ജനങ്ങളുണ്ടായിരുന്നു. 6 കോടി ജനങ്ങളുള്ള രാജ്യത്തുനിന്ന് 36 കോടി ജനങ്ങളുള്ള രാജ്യത്തിലേക്ക് ഒരു കപ്പലിൽ അല്ലെങ്കിൽ 5 കപ്പലിൽ 10 കപ്പലിൽ ഒരുപിടി ആൾക്കാർ വന്നിട്ട് എല്ലാം ഉണ്ടായിരുന്ന രാജ്യത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കുക. അതിനുശേഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നമ്മുടെ രാജ്യത്തെ ഭരിച്ച, ലോകത്തിലെ പല രാജ്യങ്ങളിലും ഭരിച്ച ബ്രിട്ടൻ ഇന്ന് നിലനിൽപ്പിനായിട്ട്, കുടിയേറ്റക്കാരെ കൊണ്ടുള്ള നിലനിൽപ്പിന് അന്യൻ്റെ വസ്തു വെട്ടിപ്പിടിക്കാൻ പോയ ബ്രിട്ടൻ ഇന്ന് കേഴുമ്പോൾ ഭാരതത്തിൻ്റെ ശബ്ദം ലോകം മുഴുവനും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നുവെങ്കിൽ ഭാരതം ഒരു ധർമ്മത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയത് കൊണ്ടാണ്. ഇതിവിടെ നടക്കുന്നത് പോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒത്തുചേരലുകളുണ്ടാണ് എന്നുള്ളതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും അടുത്ത് നമ്മൾ നിരീക്ഷിച്ച 2 കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഈ അവസരത്തിൽ. വലിയൊരു പ്രൗഢഗംഭീരമായ വേദിയും സദസ്സുമൊക്കെയാണ്, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഈ വിദേശ രാജ്യങ്ങളിൽ മെഡിസിന് പഠിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ പോയിട്ടുണ്ട്. ഈ യുക്രൈനിൽ നിന്നും റഷ്യയിലുമൊക്കെ തന്നെ എൻ്റെ ഗ്രാമത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. അവർ തമ്മിൽ യുദ്ധം നടന്നപ്പോൾ എല്ലാ രാജ്യത്തു നിന്നും പോയ കുട്ടികളൊക്കെ തന്നെ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചു. എല്ലാവർക്കും എത്താനും സാധിച്ചു. നമ്മുടെ കർണാടകത്തിൽ നിന്ന് പോയ ഒരു കുട്ടി ഒഴിച്ച് ബാക്കി ഇന്ത്യയിൽ നിന്ന് പോയ എല്ലാവരും സേഫായിട്ട് ഇവിടെ എത്തി. ലോകം മുഴുവനും ശ്രദ്ധിച്ചത് പാകിസ്ഥാനിൽ നിന്നും യുക്രൈനിൽ പഠിക്കാൻ പോയൊരു കുട്ടി പെൺകുട്ടിയാണ്, തിരിച്ച് പാകിസ്ഥാനിലെത്തിയിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഭാരതത്തിൻ്റെ ദേശീയ പതാക ഞങ്ങളുടെ ബസ്സിൻ്റെ മുകളിൽ പാർപ്പിച്ചിരുന്നത് കൊണ്ടാണ് എനിക്ക് സുരക്ഷിതമായിട്ട് എൻ്റെ നാട്ടിലെത്താൻ സാധിച്ചെന്ന് പാകിസ്ഥാനി പെൺകുട്ടി പാകിസ്ഥാനിൽ പോയി പറഞ്ഞു. അപ്പോൾ പലരും ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഭാരതത്തിൻ്റെ പതാക കിട്ടി? അപ്പോൾ കുട്ടി പറഞ്ഞത്, അവിടെ ശത്രുരാജ്യത്തിൻ്റെ വിമാനം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരുന്നില്ല, ഈ അടുത്ത സമയത്തൊന്നും വരുന്നില്ല എന്ന് വരുമ്പോഴേക്കും സൈറൺ മുഴങ്ങും. അപ്പോൾ അവർക്ക് ബങ്കറിൽ നിന്നും പുറത്ത് കടന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. വീണ്ടും ശത്രുരാജ്യത്തിൻ്റെ വിമാനം റഡാറിൽ പതിയുമ്പോഴേക്കും അലാറം കേൾക്കും, അപ്പോൾ തിരിച്ച് ബങ്കറിൽ കയറണം. ഇതാണല്ലോ അവിടുത്തെ സിസ്റ്റം. യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അപ്പോൾ പുറത്ത് പോകാനുള്ള സൈറൺ മുഴങ്ങിയപ്പോഴേക്കും ഈ കുട്ടി പോയിട്ട് ഭക്ഷണം അല്ല വാങ്ങിച്ചത്, മറിച്ച് ക്ലോത്ത് തുണി വാങ്ങിയിട്ട് ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കാനുള്ള ചിഹ്നം ചായോ നിറങ്ങളും കൂടി വാങ്ങി ബങ്കറിനകത്ത് പോയിട്ട് പാകിസ്ഥാനി കുട്ടി ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കുകയായിരുന്നു. എന്നിട്ട് അവരുടെ ബസ്സിന് മുകളിൽ പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ സുരക്ഷിതമായി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ലോകം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനൊക്കെ ആയിട്ട് യുദ്ധം നടന്നപ്പോഴേക്കും ഇറാൻ ഭരണാധികാരി പറഞ്ഞത്, ഭാരതത്തിൻ്റെ കപ്പലുകൾക്ക് വാതകം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ സുരക്ഷ ഒരുക്കുമെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ്റെ പറഞ്ഞില്ല, ബംഗ്ലാദേശിൻ്റെ പറഞ്ഞില്ല, ശ്രീലങ്കയുടെ പറഞ്ഞില്ല. ഈ അവസ്ഥയിലേക്ക് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ കിടന്നിരുന്ന ഒരു രാഷ്ട്രം ഇന്ന് ലോകത്ത് ഈ അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ മറ്റൊന്നുമല്ല, ഈ ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്ന ഈ ഒത്തൊരുമയും കൂട്ടായ്മയും നമ്മുടെ ഇതുപോലുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വനങ്ങളിലും അതുപോലെ തന്നെ നദിക്കരയിലും ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള സന്യാസി വര്യന്മാർ തപസ്സു ചെയ്തെടുത്ത ഒരു സംസ്കാരത്തിൽ നമ്മൾ ഉറച്ചു നിന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ആ സംസ്കാരം നിലനിർത്തുവാൻ, ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കാൻ കഴിയുന്നത് പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും വലിയകുളങ്ങര ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ക്ഷേത്ര സമർപ്പണവും ഭാഗവത സപ്താഹ യജ്ഞവും എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അങ്ങേയറ്റമുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഓർക്കുന്നു, സപ്താഹയജ്ഞം കണ്ടപ്പോൾ ഓർക്കുന്നത് എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്രട്ടറി ആയിക്കൊണ്ടൊക്കെയാണ് ഞാൻ പൊതുപ്രവർത്തന സജീവമാവുന്നത്. വളരെ ചെറിയ വരുമാനമൊക്കെ വളരെ കുറഞ്ഞ ക്ഷേത്രമായിരുന്നു. അന്ന് 2 രൂപയൊക്കെയാണ് ഓരോരുത്തരും ചെല്ലുമ്പോഴേക്കും അമ്പലത്തിലെ ഇതിനൊക്കെ തരുന്നത്, ഉത്സവത്തിനൊക്കെ. അപ്പോൾ സപ്താഹം നടത്തണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളിയായിരുന്നു 7 ദിവസവും സദ്യ കൊടുക്കണം. ഇതെങ്ങനെ കൊടുക്കുമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എനിക്കന്ന് 18-19 വയസ്സേ ഉള്ളൂ. പക്ഷേ ഒരു ആവേശം കൊണ്ട് അത് ഏറ്റെടുത്തു. ഒരാൾ സ്പോൺസർ ചെയ്തു, നിങ്ങൾ നടത്താൻ തയ്യാറാണ്, ഒരു ദിവസം സദ്യ ഞാൻ സ്പോൺസർ ചെയ്യുന്നു. എങ്ങനെ ആൾക്കാരെ കാലൊക്കെ പിടിച്ച് ആദ്യത്തെ തവണ 7 ദിവസമൊക്കെ സംഘടിപ്പിച്ച് പോയി. ഇന്ന്
ചെല്ലുമ്പോഴേക്കും ഞാൻ കഴിഞ്ഞ വർഷം ഒരു സദ്യ നടത്താവുന്ന ദിവസം അന്വേഷിച്ച് പോയപ്പോഴേക്കും 2035 കഴിഞ്ഞിട്ട് മാത്രമേ ഒരു ഡേറ്റ് ഉള്ളൂ എന്ന് അവിടുത്തെ സെക്രട്ടറി, ഞാനന്നവിടെ സെക്രട്ടറി ആയിരുന്നു, ഇപ്പോഴത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും ആ സപ്താഹം നടന്ന ആ നാടിൽ ആ സപ്താഹം നടത്തിയവർക്കുൾപ്പെടെ ഉണ്ടായ ഐശ്വര്യം തീർച്ചയായിട്ടും അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നാടിനും ഇവിടത്തെ നടത്തിക്കുന്നവർക്കും ഒക്കെ തന്നെ ഏറ്റവും വലിയ ഐശ്വര്യം വരുന്ന ദിനങ്ങളായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.